Hello everyone, welcome back to my channel Relish My Life. Arabic dips ആയ ഹമ്മൂസ് മുതബൽ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് തഹീനി പേസ്റ്റ് ആവശ്യമാണ് അല്ലേ. അപ്പോൾ അത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള തഹീനി കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നാട്ടിലൊക്കെ. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അതോടുകൂടിയിട്ട് തന്നെ ഈ തഹീനി പേസ്റ്റ് വെച്ചിട്ട് നമുക്കൊരു ഹൽവ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് നോക്കാം. അത് മാത്രമല്ല, നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന തഹീനി പേസ്റ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഹമ്മൂസിനും മുത്തബലിനൊക്കെ നല്ലൊരു ഫ്ലേവറാണ്, ഒരു വേറെ തന്നെ ഫ്ലേവറാണ്. അപ്പോൾ ആദ്യം നമുക്ക് തഹീനി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം വെളുത്ത എള്ള എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പാനിലിട്ടിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒരേപോലെ ചൂടായി റോസ്റ്റായി വരികയും വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇടുകയും വേണം. നമുക്ക് പാൻ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് എല്ലാ ഭാഗവും ഒരേപോലെ ചൂടാക്കിയെടുക്കാം. ഒരുപാട് റോസ്റ്റായി കളർ ചേഞ്ച് ഒന്നും വരരുത്. ചെറിയ രീതിയിലുള്ള കളർ ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. അതേസമയം തന്നെ നല്ലൊരു മണവും വരികയും ചെയ്യും. അപ്പോഴാണ് അതിൻ്റെ ഒരു നട്ടി ഫ്ലേവർ നമുക്ക് തഹീനിക്ക് കിട്ടുക. അതല്ല ഓവർ റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അരച്ചെടുക്കുമ്പോൾ ഒരു ബിറ്റർ ടേസ്റ്റ് വരും. വറുത്തെടുത്ത എള്ള് ഒരു ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിലോ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരക്കും തോറും എള്ളിൽ നിന്ന് തന്നെ എണ്ണ കിനിഞ്ഞിറങ്ങും. അത്യാവശ്യം നന്നായിട്ടൊന്ന് അരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 3 ടേബിൾ സ്പൂൺ ന്യൂട്രൽ ഓയിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുക്കാം. ന്യൂട്രൽ ഓയിൽ എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ അവക്കാഡോ ഓയിൽ എടുക്കാം, അതല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കാം. ഒലിവ് ഓയിലും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഹൽവ അതുപോലത്തെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ ഒലിവ് ഓയിൽ വരുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ വരുമ്പോൾ നമുക്ക് ടേസ്റ്റ് ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ന്യൂട്രൽ ഓയിൽ, ഏതെങ്കിലും ഫ്ലേവർ ഇല്ലാത്ത ഓയിൽ എടുക്കണം എന്ന് പറയുന്നത്. തഹീനി പേസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇനി നമുക്ക് തഹീനി ഹൽവ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഇന്ന് ഞാനിവിടെ പിസ്ത ആഡ് ചെയ്തിട്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കുന്നത്. നമുക്കിത് പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കാം, ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ടുണ്ടാക്കാം, അങ്ങനെ പല ഫ്ലേവേഴ്സിലും ഉണ്ടാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. 200 ഗ്രാം അഥവാ 1 കപ്പ് പഞ്ചസാരയാണ് നമ്മളിവിടെ എടുക്കുന്നത്. പഞ്ചസാര ഒരു നോൺ സ്റ്റിക്ക് പാനിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. ഇതൊരു സിറപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാര ആദ്യം ഇട്ട് കൊടുക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ നമുക്കൊന്ന് അരിയിച്ചെടുക്കണം. പഞ്ചസാര വെള്ളത്തിൽ നന്നായിട്ട് അരിഞ്ഞാൽ മാത്രമാണ് നമുക്ക് സിറപ്പ് ഉണ്ടാക്കി അത് തണുക്കുമ്പോൾ പഞ്ചസാര തരിയായിട്ട്, അതായത് ക്രിസ്റ്റലായിട്ട് നമുക്ക് കിട്ടാണ്ടിരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടാക്കുന്നതിന് മുന്നേ തന്നെ പഞ്ചസാര നന്നായിട്ട് അലിയിക്കണം എന്ന് പറയുന്നത്. ഇപ്പോൾ അത്യാവശ്യമൊക്കെ പഞ്ചസാര വെള്ളമായിട്ട് യോജിച്ചിട്ടുണ്ട്. നമുക്കിതിനെ ചെറിയ തീയിലിട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമുക്ക് സിറപ്പാക്കാനായിട്ട്. ഒരു ഏകദേശം 8 മിനിറ്റോളമാണ് നമുക്കത് കംപ്ലീറ്റ്ലി സിറപ്പായിട്ട് തിളച്ച് വരാനായിട്ട് നമുക്ക് എടുക്കുന്ന ഒരു ടൈം. സിറപ്പ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കിവിടെ ഒരു മോൾഡ് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുള്ളത്. അതിന് പാകത്തിന് ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പിസ്ത നമുക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തഹീനി പേസ്റ്റ് 160 ഗ്രാം തഹീനിയാണ് നമ്മളിവിടെ എടുക്കുന്നത് ഈ ഒരു അളവിലേക്ക്. അത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതേസമയം നമ്മുടെ സിറപ്പ് ഇടയ്ക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. തഹീനി പേസ്റ്റിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതേ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ തഹീനി പേസ്റ്റിലേക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് വിസ്ക് ചെയ്തെടുക്കണം. ഇളക്കി കൊടുക്കും തോറും ഇത് ഈ ഒരു മിക്സ് നല്ല കട്ടിയായിട്ട് വരും. ഒന്ന് കട്ടിയായി വരുമ്പോൾ തന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പിസ്തയിൽ ഒരു ഹാഫ് ഇതിനകത്ത് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. നമ്മളിതിനി നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് തണുക്കും തോറും നല്ല കട്ടിയായിട്ട് വരും. നമുക്ക് മുറിച്ചെടുക്കാൻ പാകത്തിലുള്ള ഒരു ഹൽവയായിട്ട് തന്നെ കിട്ടും. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചോപ്പ് ചെയ്ത പിസ്തയും കൂടെ ലെയർ ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കാം. നന്നായി തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അടുത്ത് തന്നെ നമുക്ക് പ്ലെയിൻ ഹലാവയുടെയും ചോക്ലേറ്റ് ഹലാവയുടെയും റെസിപ്പീസും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.